വർഷം 2019 ജൂലൈ 3. എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് വടാട്ടുപാറ പണ്ടാർ സിറ്റിക്കടുത്ത് ഒരു കൊലപാതകം നടന്നു എന്ന വാർത്ത കേട്ടാണ് ആ നാട്ടുകാർ ഉറക്കമുണർന്നത്. കൊല്ലപ്പെട്ടത് കുഞ്ചാരക്കാട്ട് വീട്ടിൽ മാത്യുവിന്റെ ഭാര്യ മേരി. വിജനമായ റബ്ബർ തോട്ടത്തിൽ നിന്നും മാത്യുവിന്റെയും അയാളുടെ മകളുടെയും നിലവിളി കേട്ടാണ് ആ ചതുപ്പ് പ്രദേശത്തേക്ക് ആളുകൾ ഓടിക്കൂടിയത്. അവിടെ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കഴുത്തിലെന്തോ കുത്തി ഇറക്കിയതുപോലെ ആഴത്തിലുള്ള മുറിവുകളുമായി കമഴ്ന്നു കിടക്കുന്ന മേരിയെയാണ് അവർ കണ്ടത്. അഴുകിയ ഇലകളിലൊക്കെ മേരിയുടെ രക്തം പുരണ്ടിരുന്നു. തല പിന്നിലേക്ക് വേർപെടാറായ നിലയിലായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പോലീസും ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. കൊലപാതകം നടന്ന സ്ഥലം പരിശോധിച്ചപ്പോൾ തന്നെ പരിസരമൊക്കെ നന്നായി അറിയാവുന്ന വിദഗ്ധനായ ഒരു കുറ്റവാളിയാണ് ഈ കൃത്യം ചെയ്തതെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു. കാരണം കൊല്ലപ്പെടുന്ന സമയത്ത് മേരിയുടെ നിലവിളികൾ പോലും തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന മകൾ കേട്ടിരുന്നില്ല. പോലീസ് നായ മേരിയുടെ മൃതദേഹം ആകെയൊന്ന് മണത്തു നോക്കിയ ശേഷം നേരെ പോയത് മാത്യുവിന്റെ വീട്ടിലെ അടുക്കളയിലേക്കാണ്. അവിടെ നിന്നും തിരികെ എത്തി റബ്ബർ തോട്ടത്തിനുള്ളിലെ വിജനമായ കാട് പിടിച്ച വഴിയിലൂടെ ചെന്നെത്തിയത് മാത്യുവിന്റെ വീട്ടിലെ തോട്ടം തൊഴിലാളിയും അയൽവാസിയുമായ കരിവള്ളിൽ മുഹമ്മദിന്റെ വീട്ടിലേക്കാണ്. പക്ഷെ അവിടെ മുഹമ്മദ് ഉണ്ടായിരുന്നില്ല. അന്വേഷിച്ചപ്പോൾ മുഹമ്മദ് സ്ഥിരമായി മാത്യുവിന്റെ വീട്ടിൽ റബ്ബർ വെട്ടാൻ എത്തുന്നതാണെന്നും അതുകൊണ്ടാവാം പോലീസ് നായ മുഹമ്മദിന്റെ വീട്ടിൽ എത്തിയെന്നുമുള്ള നിരീക്ഷണത്തിലെത്തി.